ഹായ് ഫ്രണ്ട്സ്, സ്മാർട്ട് ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളുടെ നാട്ടിൽ 2G വന്നു, 3G വന്നു, 4G വന്നു. അതിൽ തന്നെ വോയിസ് ഓവർ LTE എന്ന് പറയുന്ന സംവിധാനവും വന്നു. അതായത് നമുക്ക് ടവർ വഴി നമുക്ക് ഫാസ്റ്റായിട്ട് കോൾ ചെയ്യാൻ സാധിക്കുന്ന സംവിധാനം വരെ വന്നു. പക്ഷേ നമുക്ക് അപ്പോഴും നമുക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടെന്ന് പറയുന്നത് ചില സ്ഥലങ്ങളിൽ നമുക്ക് കോൾ ചെയ്യുമ്പോൾ കോൾ ഡ്രോപ്പ് ആകുന്ന ഒരു അനുഭവമുണ്ട്. ചിലപ്പോൾ റേഞ്ച് കുറവായിട്ട് നമുക്ക് കോൾ ചെയ്യാൻ സാധിക്കാതെ വരുന്നതാണ്. അത് വീട്ടിൽ നിന്ന് ചിലപ്പോൾ കോൾ ചെയ്യാൻ സാധിക്കാതെ വരുന്നതാണ്. ചിലപ്പോൾ നമ്മൾ ഓഫീസിൽ ഒരു സ്പേസിലാണ് ഒരു പർട്ടിക്കുലർ സ്ഥലത്താണ് നമ്മൾ ഇരിക്കുന്നതെങ്കിൽ അവിടെ നമുക്ക് കോൾ ചെയ്യുന്നതിനുള്ള ബുദ്ധിമുട്ടുണ്ടാകാറുണ്ട്. ഇത്തരം കാര്യങ്ങളുള്ളതിന് ഒരു പരിഹാരം ആയിട്ട് വന്നിരിക്കുകയാണ് ഇപ്പോൾ എയർടെല്ലും ജിയോയും വന്നിട്ടുണ്ട്. ഇനി മറ്റ് കമ്പനികളും ഈ പറഞ്ഞിരിക്കുന്ന സംവിധാനത്തിലേക്ക് വരുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ അതെന്താണ്? അതായത് ആ സംവിധാനം എന്ന് പറയുന്നത് VoWiFi, അതായത് വോയിസ് ഓവർ വൈഫൈ എന്ന് പറയുന്ന സംവിധാനമാണ്. ഈ സംവിധാനത്തെക്കുറിച്ച് നമുക്കൊന്ന് അറിയാം. അതിന് മുമ്പ് ഒരു കാര്യം, ഈ വീഡിയോ ഒന്ന് പൂർണ്ണമായിട്ട് കാണുക. കാരണം മുറിവൈദ്യം ആളെ കൊല്ലും എന്ന് പറയുന്ന പോലെ നമ്മൾ കുറച്ച് മാത്രം അറിഞ്ഞു പോവുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മളെ സംബന്ധിച്ചിടത്തോളം അത് ആർക്കും ഒന്ന് പറഞ്ഞു കൊടുക്കാനോ അല്ലെങ്കിൽ നമ്മൾക്ക് ഉപയോഗിക്കുന്നതിനോ സാധിക്കാതെ വരുന്നതാണ്. അപ്പോൾ നമുക്ക് പൂർണ്ണമായിട്ടൊന്ന് ഈ വീഡിയോ ഒന്ന് കാണുക. അപ്പോൾ നമുക്ക് വിഷയത്തിലേക്ക് കിടക്കാം. അപ്പോൾ എന്താണ് VoWiFi അഥവാ വൈഫൈ കോളിംഗ്? സംഗതി സിമ്പിളാണ്. നമ്മളുടെ കോൾ പോകുന്നത് വൈഫൈ വഴിയായിരിക്കും കോൾ പോകുന്നത്. അപ്പോൾ ഇതിന്റെ ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളുടെ ഫോണിൽ നിന്ന് മറ്റൊരു വൈഫൈ കണക്ട് ചെയ്തിട്ട് കോൾ ചെയ്യുമ്പോൾ കോൾ ഡ്രോപ്പ് ആകാനുള്ള ചാൻസസ് വളരെ കുറയുന്നതാണ്, അതായത് ഉണ്ടാകുന്നതല്ല. അപ്പോൾ ഇനി അത് കഴിഞ്ഞ് അടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇത് ഈ വോൾട്ടി അതായത് വോയിസ് ഓവർ LTE എന്ന് പറയുന്ന സംവിധാനവും ഈ സംവിധാനവും തമ്മിലുള്ള വ്യത്യാസം, അതായത് അതിന്റെ ഡിഫറൻസ് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ, ഈ പറഞ്ഞ വോൾട്ടിയിലൂടെ അതായത് വോയിസ് ഓവർ LTE എന്ന് പറയുന്നത് കോൾ കണക്ട് ആകുന്നത് ടവർ വഴിയാണെങ്കിൽ ഇതിൽ കണക്ട് ആകുന്നത് വൈഫൈ വഴിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ കോൾ ഡ്രോപ്പ് ആകുന്ന ആ ഒരു ചാൻസ് പറയുന്നത് ആ രീതിക്കാണ് കോൾ ഡ്രോപ്പ് ആകുന്ന ചാൻസ് പറയുന്നത്. ഇന്ത്യയിൽ ഈ സംവിധാനം കൊണ്ടുവന്നിരിക്കുന്ന രണ്ട് നെറ്റ്വർക്ക് പ്രൊവൈഡേഴ്സാണ് ഇപ്പോൾ കൊണ്ടുവന്നിരിക്കുന്നത്. ഒന്ന് ജിയോയും അടുത്തത് എയർടെലുമാണ് ഈ പറഞ്ഞിരിക്കുന്ന സംവിധാനവുമായി വന്നിരിക്കുന്നത്. മറ്റ് കമ്പനികളും വഴിയെ വരുന്നതാണ് ഈ സംവിധാനത്തിലേക്ക്. കാരണം കോൾ ഡ്രോപ്പ് ആകുന്ന ഒരു എല്ലാ കമ്പനികളുടെ ഒരു പ്രശ്നം തന്നെയാണ്. അപ്പോൾ ഇനി സപ്പോർട്ട് ചെയ്യുന്ന ഡിവൈസസ് ഏതൊക്കെയാണെന്നുള്ളത്, അതായത് ഈ പറഞ്ഞ നെറ്റ്വർക്കുകൾ ഏത് ഹാൻഡ്സെറ്റിലാണ് സപ്പോർട്ട് ചെയ്യുന്നത് അറിയണമെന്നുണ്ടെങ്കിൽ വളരെ സിമ്പിളാണ്. അവരുടെ വെബ്സൈറ്റിൽ തന്നെ ഈ പറഞ്ഞ ഹാൻഡ്സെറ്റിന്റെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഈ വെബ്സൈറ്റിന്റെ ലിങ്ക് ഇവിടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അതിൽ നിന്ന് നമുക്ക് ആ ഹാൻഡ്സെറ്റുകൾ ഏതൊക്കെയാണ് ഹാൻഡ്സെറ്റുകൾ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കുന്നതാണ്. ഇനി ഇതിന്റെ ചാർജസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ ഏത് താരിഫാണോ നമ്മൾ ഉപയോഗിക്കുന്നത് ആ താരിഫിലായിരിക്കും നമ്മളുടെ കോള് ചാർജ് ചെയ്യപ്പെടുക. അതായത് നമുക്ക് പേ ചെയ്തിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ അതേ രീതിക്ക്, അതല്ലാതെയാണെങ്കിൽ അതായത് ഫ്രീ ആണെങ്കിൽ നമുക്ക് ഫ്രീ ആയിട്ട്. പിന്നെ അഡീഷണൽ ചാർജസ് ഒന്നുമില്ല, അതായത് ഹിഡൻ ചാർജസ് ഒന്നുമില്ല. വൈഫൈയിൽ നിന്നുള്ള ആ ഒരു ഡേറ്റയും കൺസ്യൂം ആവും. ഇതാണ് എൻ്റെ പ്രത്യേകത. പ്രത്യേകം ശ്രദ്ധിക്കുക, നമ്മളുടെ ഫോണിലെ താരിഫ് ആയിരിക്കും ഇതിന് വരുന്നത്. വൈഫൈയും യൂസ് ചെയ്യുമ്പോൾ ആ വൈഫൈയുടെ ഡേറ്റയും കൺസ്യൂം ആകുന്നതാണ്. വേറെ ഹിഡൻ ചാർജസ് ഒന്നും ഇല്ല എന്നുള്ളതാണ് എൻ്റെ പ്രത്യേകത. പിന്നീട് ഒരു കാര്യം എന്ന് വെച്ചാൽ IST കോളിനാണെങ്കിൽ IST കോളിന്റെ റേറ്റും അതിന് ബാധകമായിരിക്കും. ഇനി അതെങ്ങനെയാണ് ഉപയോഗിക്കേണ്ടതെന്ന് ചോദിച്ചാൽ അത് വളരെ സിമ്പിളാണ്. നമ്മളുടെ ഇവിടെ കാണുന്ന പോലെ തന്നെ നമ്മുടെ നോട്ടിഫിക്കേഷൻ ബാർ എന്ന് താഴത്തോട്ട് സ്ക്രോൾ ചെയ്യുകയാണെങ്കിൽ അവിടെ ഈ പറഞ്ഞിരിക്കുന്ന ആ ഒരു സിമ്പിൾ കാണുന്നതാണ്. അതല്ല നിങ്ങൾക്ക് അങ്ങനെ ഇത് കാണുന്നില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് സെർച്ച് ചെയ്യാം. അതല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ കണക്ഷൻസിൽ പോവുകയാണെങ്കിൽ VoWiFi എന്ന് പറയുന്ന സംവിധാനം ഓൺ ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ അവിടെ കാണുന്നതാണ്. അത് ഓൺ ചെയ്തതിന് ശേഷം നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മളുടെ ഫോണിൽ തന്നെ ഈ വോയിസ് ഓവർ LTE എന്ന് പറയുന്ന ആ ഒരു സിമ്പിൾ കാണിച്ചിരുന്നിടത്ത് ആ വൈഫൈയുടെ സിമ്പിൾ ആയിരിക്കും കാണിക്കുന്നത്. കോൾ പോകുമ്പോഴും നമുക്ക് ആ ചെയ്ത കോളിൽ തന്നെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. അത് വൈഫൈയുടെ സിമ്പിൾ അവിടെ കാണുന്നതാണ്. ഇതുപോലെ വൈഫൈയുടെ സിമ്പിൾ അവിടെ കാണുന്നതാണ്. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരാനുള്ളത്. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ലഭിക്കാനായിട്ട് ബെല്ലൈക്കൺ ഒന്ന് അമർത്തുക. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്